ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉപ്പുമാവ് എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും റവ കൊണ്ടുള്ള ഉപ്പുമാവാണെന്ന്. പക്ഷേ ഇത് റവ കൊണ്ടല്ല കേട്ടോ, ഇത് അരിയും കടലയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവാണ്. ഇത് നമ്മളെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചായേൻ്റെ പലഹാരമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ കടല തലേന്നേ വെള്ളത്തിലിട്ട് വെക്കണം, നല്ലപോലെ പൊതിർന്ന് വരണം. പിന്നെ പച്ചരി, സാധാ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി റൈസ് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഞാനിപ്പോൾ സാധാ പച്ചരി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അരിയും ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒറ്റ വിസിലേ പാടുള്ളൂ. ഒന്നിൽ കൂടുതലായാൽ നമുക്ക് ശരിയാവില്ല കേട്ടോ. ഒറ്റൊരു വിസിലടിച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് ഈ ഒരു ഇല, ഇത് എന്ത് ഇലയാണെന്നറിയോ? ഇത് നമ്മൾ ബിരിയാണി അരിയിലെല്ലാം ഇടുന്ന ഒരു ഇലയില്ലേ, രമ്പ ഇല എന്ന് പറയും. അപ്പോൾ ഇതിന്ന് ഒരു ഇല പറിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് 2-3 കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിയും കടലയും ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം രമ്പയില അതിലിട്ട് കൊടുത്ത് കുക്കർ അടച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ അത് വേകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയിട്ട് വരാം. പിന്നെ ഇതിന് വറുക്കാനായിട്ട് ഒരു ഉള്ളിയും കൂടെ വേണം. തേങ്ങ ചിരകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില പറിച്ചുകൊണ്ട് വരാം. കറിവേപ്പില ഞാനിങ്ങനെ ഫ്രഷ് തന്നെ പറിച്ചുകൊണ്ട് വരും കേട്ടോ. ഞാൻ ഇങ്ങനെ കുറേയൊന്നും പറിച്ചിട്ട് കൊണ്ടുവെക്കലില്ല. പിന്നെ അപ്പോൾ നമുക്കിടതാ ഒരു ഉള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഉപ്പുമാവ് വെന്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്ന് നമുക്ക് ഈ ഇലകൾ ഒന്ന് പറക്കി മാറ്റാം. കാരണം വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യത്തിന് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കാം. ചൂടോടെ ഇട്ട് കൊടുക്കണം തേങ്ങ. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം തേങ്ങ ഇട്ടിട്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുക്കണ്ടേ. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് പൊട്ടി, കറിവേപ്പില ഇട്ടു, ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി കുറച്ച് ഫ്രൈ ആവുമ്പോൾ നമുക്ക് ഉപ്പുമാവിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് വേണ്ടുന്നവർ, എരിവ് വേണ്ടുന്നവർ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. എനിക്ക് എരിവ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇതിൽ എരിവ് ഇട്ടിട്ടില്ല, മുളക് ഇട്ടിട്ടില്ല. എരിവ് ആവശ്യമുള്ളവർ എരിവ് ഇട്ട് കൊടുക്കാം. അപ്പം ഉള്ളി അധികം ഫ്രൈ ആവണ്ട, ഇതുപോലെ ആയാലും മതി. ഉള്ളിയും ഫ്രൈ ആക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് കേട്ടോ. രാവിലത്തെ ചായക്കെല്ലാം നല്ല ടേസ്റ്റുമാണ്. ആ കടലയും പിന്നെ ഉള്ളീൻ്റെ ടേസ്റ്റും പിന്നെ തേങ്ങയും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം കണ്ണൂരും കാസർഗോഡും ഉള്ളവർക്ക് ഇത് അറിയുന്നതാണ്, അല്ലാത്തവരെല്ലാം ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചായക്ക് ഇതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് അച്ചാറിൻ്റെ കൂടെയും കൂട്ടിയിട്ട് കഴിക്കാം. പിന്നെ പഴത്തിൻ്റെ കൂടെയും പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കുന്നവരുണ്ട്. ഓരോരുത്തരെ ഇഷ്ടം പോലെ അത് കൂട്ടി കഴിക്കാം. ഞാൻ അച്ചാർ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്, എനിക്ക് അച്ചാർ കൂട്ടിയിട്ടാണ് ഇഷ്ടം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കല്ലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കേ.